കോട്ടയം ജില്ലയിലെ പാലായിലുള്ള ആനശ്ശേരിൽ തറവാട്. ഇപ്പോൾ ഇവിടുത്തെ കാരണവരാണ് ആനശ്ശേരിയിൽ കറിയാച്ചൻ. പേരിന്റെ കൂടെ വീട്ടുപേര് വേണമെന്നത് ഏതൊരു പാലക്കാരനെയും പോലെ കറിയാച്ചനും നിർബന്ധമാണ്. കറിയാച്ചൻ ഒന്നൊന്നര ബ്ലേഡാണ്. മനസ്സിലായില്ലേ? ആനശ്ശേരി ഫൈനാൻസിന്റെ ഉടമയാണ് കറിയാച്ചൻ. അത്യാവശ്യം ജാടയും അഹങ്കാരവും ഒക്കെ മൂലധനമായി കറിയാച്ചനുണ്ട്. കറിയാച്ചന്റെ ഭാര്യ കൊച്ചുറാണി. പേര് കൊച്ചുറാണി എന്നാണെങ്കിലും അത്ര പച്ചായി കാണരുത്. പ്രീ ഡിഗ്രി തോറ്റതാണ് വിദ്യാഭ്യാസ യോഗ്യത. ഒരു പാലാ നസ്രാണിയുടെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും കൊച്ചുറാണിക്ക്. സർവോപരി നല്ലൊരു പഴക്കാളിയും അവസരമാണ്. ഇവർക്ക് 2 പെൺമക്കൾ. ആ കുട്ടികളുടെ ഭാവി എന്താകുമോ എന്തോ. നമുക്കിവരെ ഒന്ന് പോയി കണ്ടാലോ? കൊച്ചുറാണി, കൊച്ചുറാണി, ഭൂമുഖത്തേക്ക് ഒരു കട്ടൻ കാപ്പി. എവിടെ പോയി കിടക്കുക? കൊച്ചുറാണി, കൊച്ചുറാണി. കിടന്ന് എനിക്ക് 2 കയ്യേ ഉള്ളൂ. ഒന്നാമത് ഇന്ന് നേരം എടുത്ത് എഴുന്നേറ്റപ്പോ എനിക്ക് ശബ്ദവും ഇല്ല. എന്തൊരു തൊണ്ടവേദനയാണെന്നറിയാവോ? ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്താ പ്രശ്നം? എനിക്കിത് പറ്റത്തില്ല. ഇവിടെ കിടന്നുള്ള ഈ നരകിച്ചുള്ള പണിയൊക്കെ എനിക്ക് പറ്റത്തില്ല കറിയാച്ച. എനിക്കൊരു ചേഞ്ച് ഒക്കെ വേണം. നീ വിഷമിക്കാതെ, ചേഞ്ച് ഒക്കെ ആവാം. അടുത്ത ആഴ്ച നമ്മുടെ പള്ളിയുടെ വാർഷിക ധ്യാനമാണ്. നീ അതൊന്ന് കൂടിക്കും. പള്ളിയിൽ ആളുമാവും, നിനക്കൊരു ചേഞ്ച് ആവും. അങ്ങനെ ധ്യാനത്തിനൊന്നും ഞാൻ പോകുന്നില്ല. ഞാനുണ്ടല്ലോ, കഴിഞ്ഞ മാസം എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്റെ ഗെറ്റ് ടുഗദർ പോയപ്പോ ഞാൻ അവരെയൊക്കെ കണ്ടു. അവരൊക്കെ എത്ര സ്ലിം ആൻഡ് ട്രിം ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ മാത്രം ഇങ്ങനെ പഠിച്ചു തീർക്ക് മുടിയൊക്കെ പോയൊരു പേക്കോളായി. എന്നെ ഇപ്പൊ കാണാൻ ഒരു ശേലുമില്ല. അത് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഉപ്പ് നോക്കി നീ അത് വണ്ണം വെച്ചു. ജിമ്മിൽ പൈസ കൊടുത്താൽ മാത്രം പോരാ, വല്ലപ്പോഴും പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ വണ്ണം കുറയത്തുള്ളൂ. അതെനിക്ക് പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ കറിയാച്ച? ഈ വീട്ടിൽ പണി ഒഴിഞ്ഞിട്ട് പോകാൻ പറ്റണ്ടേ? എന്റെ കൈ നോക്കിക്കേ എങ്ങനെയാ ഇരിക്കുന്നതെന്ന്. കല്യാണത്തിന് മുമ്പ് എന്റെ ഈ കൈ എന്ത് ബട്ടർ പോലെ എന്റെ പള്ളിയിലെ നാടകത്തിനൊക്കെ എന്നും മാതാവിന്റെ റോൾ ഞാനാ ചെയ്തോണ്ടിരുന്നത്. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ഞാൻ. ഭാഗ്യം മാതാവിന് അധികം ഡയലോഗൊന്നും ഇല്ലായിരുന്നു. നീ മാധവ് വന്നിരുന്നെങ്കിൽ നാട്ടുകാർ മൊത്തം ഓടിപ്പോയേ. എനിക്ക് ഒച്ച ചെയ്യുന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ അമ്മയെ പെട്ടെന്ന് വെച്ചാൽ മാലാകന്മാരല്ലേ? 2നെയും എടുത്ത് രൂപക്കൂട്ടിലോട്ട് വെക്കാം കേട്ടോ. 2നും പൊക്കം കുറച്ച് കുറവെന്ന് മാത്രമേ ഉള്ളൂ. വിഷത്തിന് യാതൊരു കുറവുമില്ല. മൂർഖന്താന്ന് പോലെ തോറ്റുപോകും. പിന്നെ ഒരു അനിയനുണ്ട്, ബെന്നിച്ച്, ഒരു പുലോക കോന്തൻ മൊണ്ണ. അവനെ കൊണ്ട് എന്തിനു കൊള്ളും? എന്റെ ചാച്ച പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് തേക്കുമൂട്ട് തറവാട്ടുകാർക്ക് ഒട്ടും പറ്റിയ ബന്ധമായിരുന്നില്ല നിങ്ങൾ ആനശ്ശേരിക്കാരുമായിട്ട്. ചക്കച്ചോളം പോലല്ലേ എണ്ണി മേടിച്ചത് സ്ത്രീധനം. നീ രാവിലെ എന്നെ മേടിച്ചു കെട്ടരുത്. പിന്നെ ഒരു മദ്യ കച്ചവടക്കാരന്റെ മോളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. പിന്നെ എന്റെ പുന്നാര ആങ്ങള പ്രിൻസ് മോൻ, അവനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അവൻ കാരണം കോട്ടയത്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവനെ പോലെ ഇത്രയും ജില്ലയില് ഏറ്റവും തല്ലിപ്പൊളിയായ ഒരു ആങ്ങള. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു കേസുണ്ട്. എന്തായാലും പാലയിലെ മധ്യരാജാവ് പാപ്പച്ചൻ മുതലാളിക്ക് 2 മക്കൾ, കൊച്ചുറാണിയും പ്രിൻസ് മോനും. എന്റെ ആങ്ങളെ പറ്റി ഒന്നും പറയരുത് കേട്ടോ. കയറി പൊടിയാത്ത നിന്റെ അനീതി എവിടാ? ഈ അടി കണ്ടു കണ്ട് ഞങ്ങള് മതി. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതി. ഈ പ്രാവശ്യം നല്ല കേമായിട്ട് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. ജോസ് കുട്ടിയെ സുജയെ വിളിക്കണം. പിന്നെ ഈ പ്രാവശ്യം കേക്ക് വേണം. ഫുഡൊക്കെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്യണം. കേട്ടല്ലോ? അവരെയൊക്കെ വിളിക്കാതെ ഈ പ്രാവശ്യം ബർത്ത്ഡേ നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. ബർത്ത്ഡേ നടത്താം.
വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? വേറെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. എന്തായാലും ശനിയാഴ്ച നിന്റെ ബർത്ത്ഡേ, എന്തായാലും ബെന്നിച്ചനും ഡേസി ഒരു സ്ഥലത്തുണ്ടല്ലോ, അവര് വരുമല്ലോ. അതിന്റെ കൂടെ ജോസൂട്ടിയും സുജയും വരും. അവര് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിന്റെ ബർത്ത്ഡേയോ ഇവിടുത്തെ എന്ത് ആഘോഷങ്ങളും അടിയന്തരമോ എന്ത് വേണമെങ്കിലും ആഘോഷിക്കാം. വീട്ടിൽ സമാധാനം വേണം, അതാണ് മുഖ്യം. പിന്നെ ഡേസി അവള് വരുമ്പോൾ കൂടുതൽ അവളുടെ കോർത്താൻ നിൽക്കരുത്. അവളൊരു വാ പോയ കോടാലിയ. ബെന്നിച്ചനല്ല ഞാൻ, തീർച്ചയായും ഞാൻ വെച്ചേക്കത്തില്ല. അതൊന്നും ഞാൻ ഓർക്കത്തില്ല. പക്ഷെ എനിക്ക് എന്താ പറയുന്നത്, പുതിയ സാരി വേണം. പിന്നെ അത് വേണ്ട, സാരി വേണ്ട, എനിക്ക് ചുരിദാർ മതി. കാരണം എൻ്റെ കൂടെ പഠിച്ച ജെയിംസ് ഇല്ലേ, അവൻ പറയുക എനിക്ക് കൊച്ചുറാണിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ചുരിദാറാണ് ചേരുന്നതെന്ന്, സാരി കൊള്ളത്തില്ല. അപ്പൊ എനിക്കത് മതി. ഏതൊക്കെയാണ് ഈ ജെയിംസ്? ഇവൻ കുറച്ചു നാൾ മുമ്പേ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ തലയിൽ ഉരുകി പോയാലോ. എവിടെയായിരുന്നു അവൻ ഇത്രയും നാളും? ജെയിംസിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇല്ല. ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് മെഡിക്കൽ ഷോപ്പുള്ള ജെയിംസ്, ഓ അവനൊരു പെങ്ങളുണ്ടല്ലോ, എന്തുവാ ഒരു സ്പ്രിങ് പോലെ മുടിയുള്ള ഒരു പെണ്ണ്, ലൂസി, ഒരു ഹോമിയോ ഡോക്ടർ അവള്. ഓ പൂച്ചക്കണ്ണി സുന്ദരി, അവിടെ ചുണ്ടിന്റെ അടിയിൽ പറഞ്ഞോളൂ പെണ്ണ്, നല്ല സുന്ദരി കുട്ടി. പെണ്ണുങ്ങളെയൊക്കെ മാസം ചുണ്ടും സൗന്ദര്യവും ഒക്കെ നോക്കാൻ എത്ര ഉറപ്പാണ് ഞങ്ങൾക്ക്, എന്തൊരു നിശ്ചയമാണ്. എന്റെ വലിയ കാര്യം നിങ്ങൾക്ക് അറിയാവോ? എന്തെങ്കിലും ആട്ടെ, ഞാൻ അവളെ ഞാൻ എന്തായാലും വിളിച്ചിട്ടേ ഉള്ളൂ. അയ്യോ നിങ്ങൾ കൊള്ളാം കേട്ടോ, ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല. നീ സുജയെ വിളിക്ക്, സുജയെ വിളിക്ക്. നീ അതിന്റെ കയറി ഓർക്കൊന്നും വേണ്ട, നീ സുജയെ വിളിക്ക്. ഹലോ എടി സുജേ, വരുന്ന ശനിയാഴ്ച എന്നാണ് ഈ പരിപാടി നിങ്ങൾക്ക്? എൻ്റെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി എന്ന് വെക്കാമെന്ന് വിചാരിച്ചു. കറിയച്ഛന് ഒരേ നിർബന്ധം, ഭാര്യയുടെ ബർത്ത്ഡേ വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, വലിയ ചിലവല്ലേ, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കൊരു നിർബന്ധം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആഗ്രഹമാണെങ്കിൽ അങ്ങ് വെക്കട്ടെ. അപ്പം നിങ്ങൾ വരുമല്ലോ? ജോസ് കുട്ടിയെ കറിയച്ഛൻ വിളിച്ചോളൂ. ഓക്കെ, അപ്പം വരുമല്ലോ? ശരി ആയിക്കോട്ടെ. അവര് വരും. വരൂ. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് പോടി. ചോദിക്കുമോളെ, ചോദിക്കേ. ഹലോ, നമസ്കാരം അച്ഛൻ. ഞാനിവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട്, യാത്രയൊന്നുമില്ല. അച്ഛൻ യാത്രയിലല്ലോ ആണോ? ശരി 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 ശരി. ബെന്നിച്ചനോ? ബെന്നിച്ചൻ ഡെയ്സിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, കൊച്ചിയിലുണ്ട്. ഇങ്ങോട്ട് വരുന്ന കാര്യം സംശയമാ. അവനാണെങ്കിൽ ഭയങ്കര തിരക്ക്. മിക്കവാറും അവൻ തിരിച്ച് കൊച്ചിയിൽ നിന്ന് തന്നെ അമേരിക്കയ്ക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ വെച്ചാ? പള്ളിപ്പണിയുടെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവനാണ് പറഞ്ഞിട്ടുണ്ട്. അവൻ നല്ലൊരു സംഭവം അച്ഛന് തരുകയും ചെയ്യും. കുഴപ്പമില്ല, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഇങ്ങോട്ടോ? അത് വേണ്ട അച്ഛൻ, വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. അത് ശരി. കൊച്ചുറാണിയുടെ ബർത്ത്ഡേ ഞാൻ വിഷ് ചെയ്ത് പറഞ്ഞോളാം. അച്ഛൻ വിളിച്ചിരുന്നു എന്ന് പറയാം. അതല്ല അച്ഛാ, ക്രിസ്മസ് കാലമല്ലേ, ഇവിടെ ആണെങ്കിൽ കഠിനമായ നൊയമ്പും പ്രാർത്ഥനയും ഒക്കെയാണ്. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ ഇറങ്ങണ്ട. ഞാനിത് കഴിഞ്ഞിട്ട് അച്ഛനെ വിളിക്കാം. ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കറിയും പന്നിക്കറിയും ഡക്ക് റോസ്റ്റും മീൻ കറിയും ഒക്കെ വെച്ച് നമുക്ക് ഒരു പിടുത്തം പിടിക്കാം. അച്ഛൻ വേറൊരു കോൾ വരുന്നത് കേട്ടോ. ശരിയേ, പിന്നെ വിളിക്കാം. ശരി, താങ്ക് യു അച്ഛൻ. എന്താണ് എന്റെ പൊന്നെ, അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് വലിയ സ്നേഹം കൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാനൊന്നും അല്ല. പെണ്ണിയെ കാണാൻ വരുന്നത് എന്തിനാ? പള്ളിപ്പണിക്ക് പിരിവിന് വേണ്ടിയാ. അതുകൊണ്ട് അച്ഛൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനിപ്പോ കൊടുക്കണ്ട. നമ്മുടെ ഇടവകയിലേ നമ്മുടെ മാത്രമല്ലല്ലോ, നല്ല പൂത്ത കാശുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ കൊടുക്കട്ടെ. ഇങ്ങനെ നിങ്ങളെ അങ്ങ് പൊക്കി അടിച്ചാൽ നിങ്ങൾ കൊടുക്കും. ഒരു മകനാ നിങ്ങളെന്ന് അച്ഛനറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അല്ലാത്തവരൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേടി, കഥ കേട്ടോണ്ടിരിക്കുന്നു. കേൾക്കുമോ? ഞാൻ അടുക്കളയിലോട്ട് രംഗം 2 കൊച്ചുറാണിയുടെ ജന്മദിനം ആസുഖ പങ്കത്തിൽ.
എൻ്റെ ഫോണിൽ എടുത്തോണ്ട് വരൂ. എൻ്റെ കോള് വന്നാൽ മോളെ ഫോണിൽ എടുത്തേ. മോളെ ആരാ നോക്കി കഥ തുറക്കും. ഓ കൊച്ചറാണി, ഇതാരാ വന്നേക്കുന്നത് നോക്കിയേ. എടാ പെട്ടി മോനെ, എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്. നീ ചുമന്ന് തൊടുത്ത ആപ്പിള് പോലെ ആയല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ അവള് തുടങ്ങി ഒരു മാറ്റവും. മേടിച്ചു മേടിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറാൻ പറ്റും. ഇരി 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 ഇരി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും എടുത്തോണ്ട് വരാം. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, വിശേഷങ്ങളൊക്കെ പറ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. വെരി ഗുഡ്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഓ വെരി ഗുഡ്. നീ എൻ്റെ അനിയൻ തന്നെടാ, നീ എൻ്റെ അനിയൻ തന്നെ. ആ, നീ പക്ഷേ അങ്ങ് സായിപ്പായല്ലോടാ, അമേരിക്കൻ ആയല്ലോ. കുറച്ച് കുറച്ച് മലയാളമാണല്ലോ നീ ഇപ്പൊ പറയുന്നത്. നിന്റെ വീട്ടിൽ എത്ര AC ഉണ്ട്? Be realistic. This is Kerala. Stop it, man. You stop creating a scene, okay? This is public, Daisy. Chill, Daisy, chill. Whatever, whatever. എടാ ഇത് നല്ല സ്വയംഭൻ സാധനമാണല്ലോ, കാലിഫോർണിയൻ. കൊള്ളാം, താങ്ക് യു. മോളെ ഇതാരാ വന്നേക്കുന്നതെന്ന് നോക്കിയേ, ബെല്ലടിക്കുന്നേ ഒന്ന് നോക്കിയത്. വന്നല്ലോ നമ്മുടെ ബിഷപ്പ് ജോസ് കുട്ടി. ഇരി സുജയ, ഇരി ഇരി. ആ ഇരി ഇരി ഇരി. ഇത് നിനക്ക് അമേരിക്കയിലായതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ സംഭവങ്ങളൊന്നും അറിയത്തില്ല അല്ലേ? ഇതാണ് സാക്ഷാൽ നമ്മുടെ വികാരി അച്ഛനെക്കാട്ടിലും വികാരമുള്ള ഒരു ഭക്തനാണ്. അതുകൊണ്ട് ഇവന്റെ ഓമന പേരാണ് ബിഷപ്പ് ജോസ് കുട്ടി. പറഞ്ഞു കൊടുക്ക് സുജയ്, പറഞ്ഞു കൊടുക്ക്. പിന്നെ നമ്മുടെ വികാരി അച്ഛൻ വിളിച്ചിരുന്നു. വേറെ കാര്യമൊന്നുമില്ല. നീ എന്താ ഇങ്ങോട്ട് വരുന്നതെന്നാ ചോദിച്ചേ. ഞാനൊരു ചെറിയ നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ്, നീ ഡെയ്സിയുടെ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് തന്നെ അങ്ങ് പോകുമെന്നാ പറഞ്ഞേ. ഓ വേറെ ഒന്നുമില്ല, പള്ളിപ്പണി നടക്കുക, അച്ഛന് പിരിവിന് വേണ്ടിയാ. അതുകൊണ്ട് നീ കൊടുക്കാനൊന്നും നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു നീ ഇങ്ങോട്ട് വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ആ ആ അതുകൊണ്ട് എന്തായാലും നമുക്ക് സംസാരിച്ചിനി സമയം കളയണ്ട. നമുക്കെല്ലാം കഴിക്കാനെടുത്താലോ? കൊച്ചറാണിയെ കഴിക്കാനിങ്ങ് എടുത്തേ.
ഇത് ആടേ ഓ വേറെ ഒന്നുമല്ല, ഉത്തരകുളം പണക്കാരിയുടെ ഇതെല്ലാം ലക്ഷണം കാണിക്കണം നമുക്ക്. ലൂയി വിട്ടതും ലൂയി എന്തൊക്കെയോ പറഞ്ഞു, ഡയമണ്ടൊക്കെ അപാരം തന്നെ, അപാരം ഭയങ്കരം തന്നെ. പിന്നെ പറ വിശേഷങ്ങൾ വേറെ എന്നാ? മോളെ ഒരു 5-6 വൈൻ ഗ്ലാസ് എടുത്തേ. Why, Joseph? Try it, man. It's a Cabernet from California. American America is a great place. I love living there. But life is also very basic at times and chaotic. Daisy works 2 jobs in very long hours. So household and all takes a lot of time. So it's hectic. അല്ല, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ്. എൻ്റെ അനിയൻ ബെന്നിച്ചൻ അവിടുത്തെ ഹോം മേക്കറാണ്. ഒന്നുമല്ല, ഞാൻ കണ്ട കാര്യമായി പറയുന്നേ. ഇവൻ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഒരു ചുക്കും നടക്കത്തില്ല. അവിടുത്തെ മക്ഡൊണാൾഡ്സിനാണ് അവിടുത്തെ നേട്ടം, അല്ലേടാ? എന്തായാലും നീ അമേരിക്കയിൽ പോകുമ്പോൾ നിനക്കൊന്ന് കാണാം. അധികം ഐറ്റംസ് ഒന്നും ഇല്ല. ഇവളുടെ സ്ഥിരം കോഴിക്കറിയും ബീഫ് വലത്തും. എന്റെയാണ് സ്പെഷ്യൽ പോർക്ക് വിൻഡാലും കുട്ടനാടൻ ഡക്ക് റോസ്റ്റും. ഒന്ന് നോക്കിക്കേ, പണിക്കാരനായിരിക്കും, സോഡ ഒന്നായിരിക്കും. ഒന്ന് നോക്കിക്കേ. സമയം ബോധമൊന്നുമില്ല ഇതിനൊക്കെ പണിക്കാരന്മാരുടെയൊക്കെ കാര്യം. പിരിവാരറിയത്തിന്റെ പിരിവാരൊന്നുമല്ല, നിങ്ങളുടെ സ്വന്തം വികാരി. നമസ്കാരം. കോഴിക്കോട് ഹാപ്പി ബർത്ത്ഡേ കൊച്ചിനാണ്. അച്ഛൻ വന്നതിന് വളരെ സന്തോഷം കേട്ടോ. ഞാൻ വെറുതെ പോയപ്പോ കയറിയിരുന്നു. അച്ഛൻ ഇരിക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എല്ലാം ഞാൻ കണ്ടു. ഞാൻ വെറുതെ പോയപ്പോ കയറിയിരുന്നു. നമ്മുടെ തെക്കേടത്തെ മലയാള ചേട്ടത്തി എന്നാ പറ്റി? പുള്ളിക്കാരിക്ക് അവശതയാണ്, പ്രായമാണ്. പുള്ളിക്കാരിക്ക് കുർബാന കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോഴാണ് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറെ കാർ കിടക്കുന്നത്. എന്തായാലും കൊച്ചുറാണിയുടെ ബർത്ത്ഡേ അല്ലേ, വിഷ് ചെയ്തിട്ട് പോകാൻ. ബെന്നിച്ചൻ ടേസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. എന്തൊക്കെയുണ്ട്? എപ്പോ വന്നു? അച്ഛൻ 2 മാസമായിട്ട് നാട്ടിലായിട്ട് ചേട്ടത്തിയുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പൊ ഇവിടെ വന്ന് കൂടിയിട്ട് പോവാന്ന് വിചാരിച്ചു. 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇപ്പൊ എല്ലാം മനസ്സിലാക്കുക എന്തൊക്കെയായിരുന്നു? ക്രിസ്മസ്, നോയമ്പ്, ഇവിടെ ആഘോഷങ്ങളൊന്നും ഇല്ല. ബെന്നിച്ചനും ഡേസിയും ഒന്നും ഇവിടെ വരുത്തില്ല. എല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കുക. കൊച്ചുറാണി കുടുംബത്തിന് മാതൃകയാണ്. നീയും ഇതിനു വേണ്ടി കൂട്ടു നിൽക്കുകയാണ്. അച്ഛാ, ഇവന്താണ്ട് സ്പെഷ്യൽ വൈൻ, കാലിഫോർണിയൻ വൈൻ കൊണ്ടുവന്നു. ഞാനിത് അച്ഛന് ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ബെന്നിച്ച അതൊക്കെ ആയിരിക്കട്ടെ. ബെന്നിച്ചനും ഡേസി ഇവിടെ നമ്മുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്നതല്ലേ, എന്തെങ്കിലും കാര്യമായി സംഭാവന ചെയ്താൽ നന്നായിരുന്നു. കറിയാച്ച നിന്നോട് പറയുക, എപ്പോ ചോദിച്ചാലും നിനക്ക് ടൈറ്റാന്ന്. ഇതൊക്കെ കഴിച്ച് നിന്റെ പാൻറ് ടൈറ്റ് ആവുന്നതല്ലാതെ വീടിന്റെ പുറകിൽ 2 BMW കാറാണ് കിടക്കുന്നത്. നീ കൂടെ ഒന്ന് സഹായിച്ചാൽ നമ്മുടെ പള്ളിപ്പണി എത്രയും പെട്ടെന്ന് തീരും. അച്ഛാ, അതൊക്കെ ചെയ്യാൻ അച്ഛാ. പ്രാരാബ്ദങ്ങൾ 2 എണ്ണം നിൽക്കുന്നത്. 2 എണ്ണം അത് മനസ്സിലാക്കണം. പിന്നെ 2 വണ്ടിയുടെ കാര്യം നേരെ അച്ഛാ. 2 വണ്ടിയും അതിന്റെ CC അടയ്ക്കാൻ 2 അറ്റവും കൂട്ടിക്കുന്ന പാട് എനിക്ക് അറിയിച്ചു. പള്ളിപ്പണിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ സംഭാവന ചെയ്യാം. പക്ഷേ അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നല്ലൊരു തുക അച്ഛന് കൊടുക്കണം പള്ളിപ്പണിക്ക്, ഇല്ലടാ? എല്ലാം മനസ്സിലായി. എല്ലാം അവർ ചെയ്യും അച്ഛാ, ചെയ്യും. ഞങ്ങൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ എന്ത് കഴിഞ്ഞ ആഴ്ച ലോട്ടറിക്ക് വരെ എടുത്തിരിക്കുന്നു. That's a very good idea, Daisy. Family planning, financial planning,
ഈ ബെൻ ആരാണ്? നീയാണ്. ഇവിടുന്ന് പോയപ്പോൾ നിന്റെ പേര് ബെന്നിച്ചെന്ന്. അമേരിക്ക ചെന്നപ്പോൾ അത് ചുരുങ്ങി ബെന്നി. ഇപ്രാവശ്യം ബെന്ന്. അടുത്ത പ്രാവശ്യം നീ ചുരുങ്ങി ബി ആകും. അച്ഛൻ്റെ ഓരോ തമാശകൾ. അച്ഛനിങ്ങനെ ഇരുന്നാലും ഭയങ്കര തമാശ അച്ഛൻ. അപ്പൊ തമാശയൊക്കെ വിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എല്ലാവരും വന്ന് ഇതുപോലെയുള്ള ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും മാത്രം നമ്മൾ ചുരുങ്ങിപ്പോകും. നമ്മുടെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതായി വിനിയോഗിക്കണം. സ്നേഹത്തിനും ഐക്യത്തിനും ഒക്കെ നമ്മൾ ജീവിക്കണം. ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിക്കണം. എങ്കിൽ മാത്രമേ കരിക്കാച്ച നീ പറഞ്ഞ ഈ പ്രാരാബ്ദങ്ങളൊക്കെയും മാറിപ്പോകും. നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തോടെ എല്ലാ ഞായറാഴ്ചയിലും കുർബാനയിലും മറ്റ് പ്രവൃത്തികളിലുമൊക്കെ വന്ന് സംബന്ധിക്കണം. എന്നാൽ മാത്രമേ കുടുംബത്തിനും ഇടവയ്ക്കും സമൂഹത്തിനും ഭേദമുള്ള ഒരു മനുഷ്യക്കൂട്ടങ്ങളായി നിങ്ങൾ മാറിയത്. എന്തായാലും കൊച്ചനാട് പിറന്നാളല്ല, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. മോളെ ആ ബൈബിൾ ഇങ്ങോട്ടുണ്ടോ? മോളെ എന്നും വായിക്കുന്ന ബൈബിളിൽ എടുത്തോണ്ട് വാ. ഇവരെ കൊണ്ടൊക്കെ തോറ്റു. ഇതാണോ കറിയാച്ച എന്നും വായിക്കുന്ന ബൈബിൾ? മൊത്തം പോലിരിക്കുന്നത്. അച്ഛാ, എന്നും വായിക്കുന്ന ബൈബിൾ വേറെ ഉണ്ട്, ഇത് വേറെ. മോളെ അതിനകത്ത് പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ സുവിശേഷത്തിൽ 12-ാം അധ്യായം വായിച്ചു. I'm pretty sure it's Old Testament. Pretty sure. Yes. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായി സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇത് കറിയാച്ചൻ്റെ മാത്രം കഥയല്ല. ഇതുപോലുള്ള പല കറിയാച്ചന്മാരും ഈ സമൂഹത്തിലുണ്ട്. എല്ലാവരും പലതരം മുഖംമൂടികൾ അണിഞ്ഞു നടക്കുന്നു. ഈ ലോകമാകുന്ന വേദിയിൽ അഭിനയിച്ച് തകർക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് അഭിമാനിക്കുന്ന നാം യഥാർത്ഥത്തിൽ ക്രിസ്തു തെളിച്ചു തന്ന പാതയിലാണോ സഞ്ചരിക്കുന്നത്? ക്രിസ്തു സ്നേഹമാണ്, സമാധാനമാണ്, പ്രത്യാശയാണ്, സർവോപരി നന്മയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നാം ഈ ക്രിസ്തുമസ് കാലത്തെങ്കിലും നമ്മളെ പഴയ മനുഷ്യനെ ഉഴിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. അങ്ങനെ ഓരോ വ്യക്തിയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ലോകം തന്നെ മാറ്റിമറിക്കപ്പെടും. നസ്രാണി പ്രൊഡക്ഷൻ്റെ ബാനറിൽ മിനി സ്റ്റാൻലി കഥയും തിരക്കഥയും എഴുതി സ്റ്റാൻലി ജോൺ സംവിധാനം നിർവഹിച്ച കറിയാച്ചൻ്റെ കറികൾ എന്ന ഈ എളിയ നാടകം നിങ്ങളേവരും ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കൊച്ചുറാണി മിലി, പ്രവീൺ, ഡെൽസി, ഇൻഷ, ലജിൻ, വിജയലക്ഷ്മി, വിനേഷ്, ആൻഡ് അതിഥി, അണിയറ സഹായികൾ ആൻഡ് എബിൻ എബ്രഹാം.
എല്ലാവർക്കും യങ് ഫാമിലി ഫെലോഷിപ്പിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.